റീസെൻ്റ്ലി നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യുകയുണ്ടായല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസിൻ്റെ ആ ഒരു അപ്രോച്ച്? വാട്ട് ആർ ദേ എക്സാക്ട്ലി? ഇവർ CV ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കതറിയാം ഇതറിയാം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റോറി ടെല്ലിങ്. അപ്പം നമ്മൾ നോർമലി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം അവരുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ പ്രാക്ടിക്കലി അവരെന്ത് ചെയ്തു അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഇവർ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് ചോദിക്കുമ്പോഴായിരിക്കും അതൊക്കെ വെറുതെ CV ഉണ്ടാക്കാൻ വേണ്ടി എഴുതി ചേർത്താണെന്ന് മനസ്സിലാവും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പറയുക. കാരണം ഒരു എംപ്ലോയർ പ്രതീക്ഷിക്കുന്നത് അതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അയാൾ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. CV-യുടെ ഒക്കെ ബേസിലും ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ അവർ ഒരുവിധം നന്നായി പെർഫോം ചെയ്തെന്ന് വരും. അവർ ജോലിക്ക് കയറിയിട്ട് നമ്മൾ ഒരു 3 മാസത്തെയോ അല്ലെങ്കിൽ 6 മാസത്തെയോ പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും. അവർ ക്ലെയിം ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവരറിയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്നിട്ട് ഈ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് ഒഴിവാക്കേണ്ടി വന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു.